കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. കേരളത്തിലെ 20 നിയോജക മണ്ഡലങ്ങളിലും തികഞ്ഞ വിജയപ്രതീക്ഷയോടെ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ LDFന് കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കേരളത്തിലെമ്പാടും മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ പങ്കാളികളായ എല്ലാവരെയും, ബഹുജനങ്ങളെ ആകെ ഈ സന്ദർഭത്തിൽ പാർട്ടിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുകയാണ്. കേരളത്തിൽ ഇക്കുറി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു പുതിയ ചരിത്രം രചിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും ഉണ്ടാവേണ്ടതില്ല. മാധ്യമങ്ങളും ബൂർഷ്വാ പാർട്ടികളുമെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയത്തെ പ്രതിഫലിപ്പിക്കാതിരിക്കുന്നത് അവരുടെ ഉൾഭയം കൊണ്ടാണ്. അവരുടെ സർവേയും അതിൻ്റെ ഭാഗമായിട്ട് പുറത്തു വന്ന വിവരങ്ങളും ഇപ്പോഴും ചില ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന കുറിപ്പുകളുമെല്ലാം ഓരോ മണ്ഡലാടിസ്ഥാനപ്പെടുത്തിയിട്ട് എഴുതുന്നത് 20-20 UDFന് നേടാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ടാണ്. ചരിത്ര വിജയം നേടാൻ പോകുന്ന ഒരു ലോകസഭാ തിരഞ്ഞെടുപ്പായിരിക്കും കേരളത്തിൽ 18ാം ലോകസഭാ തിരഞ്ഞെടുപ്പ്. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ കാര്യം പറയുമ്പോൾ BJP ഒരു സീറ്റും നേടാൻ പോകുന്നില്ല. BJP 2ാം സ്ഥാനത്ത് വരില്ല എന്നുള്ളതിൻ്റെ ഉറപ്പാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസ്ഥ. അപ്പോൾ വിജയിക്കുകയോ 2ാം സ്ഥാനത്ത് വരികയോ ചെയ്യാത്ത തലത്തിൽ BJP പിന്നോട്ട് തള്ളപ്പെടും. അതാണ് ഈ തെരഞ്ഞെടുപ്പ് കാണിക്കാൻ പോകുന്ന ഒരു കാര്യം. 3 കാര്യങ്ങളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ടേക്ക് വെച്ചത്. ഒന്ന്, BJP അതിന് നേതൃത്വത്തിലുള്ള ഫാസിസ്റ്റ് സർക്കാരിനെ താഴെ ഇറക്കുക. ഫാസിസത്തിലേക്കാണ് അതിൻ്റെ യാത്ര. 2, BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അപകടം മതനിരപേക്ഷതയെ തകർക്കലാണ്. അപ്പോൾ മതനിരപേക്ഷത, ഭരണഘടന, പാർലമെൻ്ററി വ്യവസ്ഥ, ഫെഡറൽ സംവിധാനം ഉൾപ്പെടെ തകർക്കുന്നതിനുള്ള BJPയുടെ ശ്രമത്തെ നമ്മൾ അതിശക്തിയായിട്ട് എതിർത്ത് ഒരു മതനിരപേക്ഷ ജനാധിപത്യ സർക്കാർ ഇന്ത്യയിൽ അധികാരത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് 2ാമത്തെ കാര്യം. 3ാമത്തെ കാര്യം, ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്, ഇടതുപക്ഷ ശക്തികൾക്ക് ഇന്ത്യൻ പാർലമെൻറ്റിനെ തന്നെ സ്വാധീനിക്കാൻ സാധിക്കത്തക്ക രീതിയിലുള്ള ശക്തി, ഇടതുപക്ഷത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് 2ാമത്തെ കാര്യം. ഈ ലക്ഷ്യവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആകെ അഭൂതപൂർവമായിട്ടുള്ള ജനപിന്തുണയോടുകൂടി ഇന്നോളം CPIM സംസാരിക്കാത്തതും സഹകരിക്കാത്തതും ഉൾപ്പെടെയുള്ള ജനവിഭാഗങ്ങളിലേക്ക് പ്രതീക്ഷയോടെ ഇറങ്ങിച്ചെല്ലാനും അവരെല്ലാമായി സംവേദിക്കാനും ദേശീയ തലത്തിൽ സംഘപരിവാറിനെ ഉറച്ച നിലപാടോടെ എതിർത്ത് പരാജയപ്പെടുത്താൻ സാധിക്കത്തക്ക രീതിയിൽ ഇന്ത്യയിലുടനീളം നടത്തിയിട്ടുള്ള പ്രവർത്തനം വളരെ ആവേശകരമാണ്. ഇവിടെ കേരളത്തിലാണെങ്കിൽ വിവിധ സംഘടനകൾ, സാമൂഹ്യ, സാംസ്കാരിക, സാമുദായിക നേതാക്കളും ഇവരെല്ലാം ഇതിനകം തന്നെ തുറന്ന് അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരിക്കലും നമുക്ക് അനുകൂലമായിട്ട് പറയാത്തവരുൾപ്പെടെ ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ ശക്തികൾക്കല്ലാതെ നാളെ BJP ആവാൻ
കച്ചകെട്ടി ഇറങ്ങി പുറപ്പെടുന്ന UDF-ലെ കോൺഗ്രസിനെ ഉൾപ്പെടെ വിജയിപ്പിക്കാനാവില്ല എന്ന നിലപാട് പരസ്യമായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. മതനിരപേക്ഷത സംരക്ഷിക്കുമെന്നും BJP-ക്കെതിരെ നിലപാട് സ്വീകരിക്കുമെന്നും ആ പ്രതീക്ഷയിലാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് കോൺഗ്രസ് വോട്ട് കിട്ടിയ കോൺഗ്രസിന് അനുകൂലമായ വോട്ട് യഥാർത്ഥത്തിൽ അന്ന് ലഭിച്ചത്. എന്നാൽ കേരളം ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷത സംരക്ഷിക്കാൻ കോൺഗ്രസിന് കഴിയില്ലെന്നും കേരളക്കാർക്ക് ബോധ്യം വന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഇത്തരം നിലപാടുകൾ ഉയർത്തിപ്പിടിക്കാൻ ഇടതുപക്ഷ ശക്തികൾക്കാണ് സാധിച്ചത് എന്നുള്ള കാര്യവും ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിരിക്കുകയാണ്. ഒരു ഫാസിസ്റ്റ് സംഘടനാ രീതിയിൽ ഗവൺമെൻറ് മാറി ഹിന്ദുത്വ അജണ്ടയിലേക്ക്, അതിൻ്റെ വർഗീയ ധ്രുവീകരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ ഇന്ത്യയെ സംരക്ഷിക്കാൻ BJP-യെ അധികാരത്തിൽ നിന്ന് പുറത്താക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാൻ പോകുന്ന ഒരു സംസ്ഥാനമാവും കേരളം. കേരളം ഇന്ത്യക്കാകെ നൽകുന്ന സന്ദേശം ഇതാവുമെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. നേരത്തെ അക്കൗണ്ട് പൂട്ടിച്ചതുപോലെ ഒരു സീറ്റിലും രണ്ടാം സ്ഥാനത്തെത്താത്ത രീതിയിൽ BJP-യെ തളക്കാനാവും എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മുസ്ലിം മതവിഭാഗത്തിനെതിരായി വർഗീയ കലാപം സംഘടിപ്പിക്കാൻ ഉതകുന്ന മതഭ്രാന്താണ്, വർഗീയ ഭ്രാന്താണ് ഇന്ത്യൻ പ്രധാനമന്ത്രി മുന്നോട്ടേക്ക് വെച്ചത്. ലോകത്തൊരു ജനാധിപത്യ അംഗീകരിക്കുന്ന മന്ത്രിയും മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ പ്രധാനമന്ത്രിയും ആരും സാധാരണ RS-കാരൻ പറയുന്നത് പോലെ നുഴഞ്ഞു കയറി വന്ന, ഏറ്റവും കൂടുതൽ കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്ന മുസ്ലിം സമുദായത്തിന് ഈ രാജ്യത്ത് നിങ്ങളുടെ കെട്ടുതാലി ഉൾപ്പെടെയുള്ള സ്വത്ത്, സമ്പത്ത്, സ്വർണം, ഭൂമി എല്ലാം പിടിച്ചെടുത്ത് മുസ്ലിങ്ങൾക്ക് വിതരണം ചെയ്യണം എന്ന് തീരുമാനിച്ചവരാണ് BJP ഇല്ലെങ്കിൽ അധികാരത്തിൽ വരാൻ പോകുന്നത് എന്ന് പച്ചയായിട്ട് വർഗീയത പ്രചരിപ്പിക്കുന്ന പ്രസംഗത്തിന് സമതല തെറ്റി എന്നല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് വർഗീയ ഭ്രാന്താണ്. അത് വർഗീയ കലാപത്തിന് വേണ്ടിയിട്ടുള്ള ആഹ്വാനമാണ്. അതിപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് രാജസ്ഥാനിൽ 2 ദിവസമായി, പിന്നീട് UP-യിൽ എല്ലാം തുടരുന്ന ഈ വർഗീയ വിഷം ചീറ്റുന്ന പ്രസംഗമാണിപ്പോൾ പ്രധാനമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത്. 1ാം ഘട്ടം കഴിഞ്ഞതിന് ശേഷമാണ് ഈ അസുഖം ഇത്രയും ശക്തിയായിട്ട് പുറത്തു വന്നത്. 1ാം ഘട്ടത്തോടുകൂടി ഒരു കാര്യം മനസ്സിലായി, BJP-ക്ക് ജയിക്കാൻ പോകുന്നില്ല. 370ഉം 430 വെടി എത്തുന്നില്ല. മാത്രമല്ല അവരുടെ തന്നെ കണക്കനുസരിച്ച് 200 കടന്നാൽ തന്നെ വലിയ പ്രയാസമായിരിക്കും. ഈ അവസ്ഥയിൽ അവരെത്തിയപ്പോഴാണ് ഇവിടെ രാഷ്ട്രീയം വിട്ട് അശ്ലീലത്തിലേക്ക് പോയ പോലെ അവിടെ രാഷ്ട്രീയം വിട്ട് വർഗീയതയിലേക്ക് പോയത്. ഇത് വളരെ ഗൗരവമുള്ള പ്രശ്നമാണ്. ഭരണഘടനാ സ്ഥാപനങ്ങളെ അട്ടിമറിക്കുന്ന സംഘപരിവാർ ഇടപെടലുകളുടെ ഉദാഹരണമാണ് മതവിദ്വേഷം രാജ്യവ്യാപകമായിട്ട് പ്രചരിപ്പിക്കുന്ന പ്രധാനമന്ത്രിക്കെതിരായിട്ട് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനവുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായ ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, അതിൽ CPM ഉണ്ട്, കോൺഗ്രസ് ഉൾപ്പെടെയുണ്ട്, ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകിയിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഇങ്ങനെ ഒരു പരാതി കണ്ടതേയില്ല എന്ന നിലപാട് സ്വീകരിക്കുകയാണ്. ഇത് ഞങ്ങളെല്ലാം നേരത്തെ പറഞ്ഞാണ്. ഈ ഇലക്ഷൻ കമ്മീഷൻ നരേന്ദ്രമോദിയും നരേന്ദ്രമോദിയുടെ അസിസ്റ്റന്റ് മന്ത്രിയും ചേർന്ന് തീരുമാനിച്ച ആളുകളാണ്. അവർക്കെങ്ങനെയാണ് പൊതുവായ നിലപാട് സ്വീകരിക്കാനാവുക? അവർക്കെങ്ങനെയാണ് ഭരണഘടനയോട് കൂറ് പുലർത്താനാവുക? ആരാണോ തന്നെ നിശ്ചയിച്ചത്, തന്നെ നിശ്ചയിച്ചവരോട് കൂറ് പുലർത്തിപ്പോകുന്ന
ഒരു അവസ്ഥയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പകൽ വെളിച്ചം പോലെ ജനങ്ങൾക്ക് മനസ്സിലാകുകയാണ്. അപ്പോൾ മുസ്ലിം സമുദായത്തിനെതിരായ വെറുപ്പ് പ്രചരിപ്പിക്കുന്ന വ്യാജ ആരോപണങ്ങളാൽ നിർമ്മിതമായ കേരള സ്റ്റോറി എന്ന സിനിമ ഇവിടെ ദൂരദർശൻ്റെ ഭാഗമായിട്ട് അവതരിപ്പിച്ച സന്ദർഭത്തിലും ഇതേ നിസ്സംഗത തന്നെയാണ് പ്രകടിപ്പിച്ചത്. അപ്പോൾ BJPക്കെതിരായിട്ട് ചെറുവിരലനക്കാൻ എത്ര ശക്തമത്തായ രീതിയിലുള്ള വർഗീയ പ്രചരണം നടത്തിയാലും ഞങ്ങളതൊന്നും നിലപാട് സ്വീകരിക്കാൻ പോകുന്നില്ല എന്ന നിലപാടിലാണ് ഇവരെല്ലാം ഈ ഇലക്ഷൻ കമ്മീഷനൊക്കെ നിൽക്കുന്നത്. ഭരണഘടനാ സ്ഥാപനങ്ങളെയെല്ലാം RSSൻ്റെ നിയന്ത്രണത്തിലാക്കിയതിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു ചിത്രമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനം ഏറ്റവും ശക്തിയായിട്ട് ഇന്ത്യയിൽ ഉയർത്തിക്കൊണ്ടുവരണമെങ്കിൽ അതിലേറ്റവും പ്രധാനപ്പെട്ട ബാധ്യതയുള്ള സംസ്ഥാനങ്ങളിൽ മുമ്പിൽ കേരളമാണ്, മലയാളിയാണ്. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർക്ക് ഈ സന്ദർഭത്തിൽ കേരളത്തിലെ ഓരോ വോട്ടർമാരോടും ഫലപ്രദമായിട്ട് ഈ രാഷ്ട്രീയവും പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാനുള്ള കേന്ദ്ര നീക്കം അത് മതരാഷ്ട്രമാക്കി മാറ്റാനുള്ള ഹിന്ദുത്വ അജണ്ടയിലേക്കുള്ളൊരു കുറുക്കുവഴിയാണ് എന്ന കാര്യം കൂടി ജനങ്ങളെ ബോധ്യപ്പെടുത്താനും സാധിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇവിടെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പിന്നെ പ്രകടന പത്രികയിൽ CAA റദ്ദാക്കും എന്ന് CPIയും CPI ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങളെല്ലാം പറഞ്ഞപ്പോഴും കോൺഗ്രസ്സിന് ആ നിലപാട് സ്വീകരിക്കാനാവാതിരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എത്രയോ പ്രാവശ്യം ഞങ്ങളെല്ലാം പറഞ്ഞതാണ്. അത് ഓരോന്നുമല്ല, അത് മൃദു ഹിന്ദുത്വ നിലപാടിനോടുള്ള അവരുടെ ഐക്യപ്പെടലാണ്. കോൺഗ്രസിൻ്റെ ഐക്യപ്പെടൽ വലിയ പ്രശ്നം തന്നെയാണ്. പച്ചക്കൊടി വരുമെന്നുള്ളത് കൊണ്ട് കോൺഗ്രസ് കൂടി ഒഴിവാക്കിയിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളും ഫാസിസത്തിനെതിരെ ശക്തിയായ നിലപാട് സ്വീകരിക്കാൻ ഞങ്ങൾക്കാവില്ല, BJPയുടെ പ്രചരണത്തെ തന്നെ അതിജീവിക്കാൻ ഞങ്ങൾക്കാവില്ല എന്ന ബോധത്തോടു കൂടിയാണ് അവരത് കൈകാര്യം ചെയ്തത്. അതുപോലെ തന്നെ SDPI ഉൾപ്പെടെയുള്ള അവരുടെ രഹസ്യ ബന്ധം അതിൻ്റെ പിന്തുണ നേടിക്കൊണ്ട് UDF പൊതുയോഗങ്ങളിലും ഉൾപ്പെടെ അവർ യഥാർത്ഥത്തിൽ ഇപ്പോഴും പച്ചക്കൊടിയോടുള്ള വിരോധം കാരണം സ്വന്തം കൂടി തന്നെ ഉപേക്ഷിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുക. ശൈലജ ടീച്ചർക്കെതിരായിട്ട് വന്നിട്ടുള്ള അശ്ലീല പ്രചരണം അത് UDFൻ്റെ തന്നെ പ്ലാൻ ചെയ്ത പ്രവർത്തനമാണ്. മോർഫ് ചെയ്ത ചിത്രങ്ങളും എഡിറ്റ് ചെയ്ത വീഡിയോകളും ഉൾപ്പെടെ കുടുംബ ഗ്രൂപ്പുകളിലേക്ക് അയച്ച UDFൻ്റെ അശ്ലീല സംഘത്തെ വലിയ രീതിയിൽ വാനോളം പോർത്താനാണ് VD സതീശനും അതുപോലെ തന്നെ അവിടെയുള്ള സ്ഥാനാർത്ഥിയും ഷാഫി പറമ്പിലും തയ്യാറായിട്ടുള്ളത് എന്നും കാണാൻ കഴിയും. ഇത് വളരെ വലിയ രീതിയിലുള്ളൊരു ആക്രമണമാണ് നടത്തിയത്. ഈ അക്രമത്തോട് ജനങ്ങൾ ഒരു തരത്തിലും പൊരുത്തപ്പെടുന്നതല്ല, ജനങ്ങൾ ശക്തിയായിട്ട് അതിനെ എതിർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ചില മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടി ഇപ്പോഴും വ്യാപകമായ രീതിയിലുള്ള ഇത്തരം അശ്ലീല പ്രചാരവേലകൾ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് കേരളത്തോടുള്ള വെല്ലുവിളിയാണ്. ഏഷ്യാനെറ്റ് ന്യൂസിലെ ഒരു പരിപാടിക്ക് താഴെ ഇന്നലെയും മര്യാദയുടെ സകല സീമകളും ലംഘിക്കുന്ന നിലയിലുള്ള കമൻറ്റുകളുടെ പ്രളയമാണ് കാണുന്നത്. ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി മുതൽ യൂത്ത് കോൺഗ്രസ് നാഷണൽ കോർഡിനേറ്റർ വരെ ഈ അശ്ലീല കൂട്ടത്തിലുണ്ട്. ഇതിന് ശക്തമായ മറുപടി കേരളം നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അശ്ലീലം കൊണ്ട് കേരളത്തിൽ ഏതെങ്കിലും മണ്ഡലം ജയിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ അവർക്ക് വേണ്ട. മത്സരിക്കുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ വോട്ടെടുപ്പിന് മുമ്പ് കേരളത്തിൽ ജയിക്കുന്ന ആദ്യത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സഖാവ് KK ശൈലജ ടീച്ചറായിരിക്കും എന്ന കാര്യവും ഞാനിവിടെ നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ്. മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യണമെന്ന രാഹുൽ ഗാന്ധിയുടെ ആവശ്യം യഥാർത്ഥത്തിൽ
നേരത്തെ ഇവിടെ വന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ആവശ്യത്തിൻ്റെ മറ്റൊരു പതിപ്പ് തന്നെയാണ്. കാരണം ഇന്ത്യയുടെ വിവിധ മേഖലയിലുള്ള കെജ്രിവാളിനെയും സോറനെയും അറസ്റ്റ് ചെയ്ത EDയോട്, IT യോട്, കേന്ദ്ര ഏജൻസിയോട് അതിനെ പരോക്ഷമായി സമ്മതിച്ചുകൊണ്ട് തന്നെയാണ് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാത്തതെന്ത് എന്നുള്ള ചോദ്യം ഉന്നയിക്കുന്നത്. പ്രതിപക്ഷ ഐക്യനിരയിലെ പ്രമുഖ നേതാക്കൾക്കെതിരെ നിലപാട് കടുപ്പിച്ചുകൊണ്ടിരിക്കുന്ന EDയെയും IT യെയും CBIയെയും കേന്ദ്ര ഏജൻസികളെയും വെള്ളപൂശുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായ ഇടപെടലാണ് ദേശീയ നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ടുള്ള രാഹുൽ ഗാന്ധി കോൺഗ്രസ് നേതാവ് എടുത്തിട്ടുള്ളത്. അത് അപക്വവും വ്യക്തി കേന്ദ്രീകൃതവുമായ ഉത്തരം കൊണ്ട് നേരിടാനുള്ള ബാലിശമായ നീക്കമാണെന്ന് രാഹുൽ ഗാന്ധിയോട് നേരത്തെ തന്നെ വ്യക്തതയോടുകൂടി കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളതാണ്. രാജ്യം നിലനിൽക്കണമോ എന്ന് നിശ്ചയിക്കുന്ന ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ എത്രമാത്രം ലാഘവത്തോടു കൂടിയാണ് കോൺഗ്രസ് പരിഗണിക്കുന്നത് എന്നതിൻ്റെ തെളിവാണ് ഗുജറാത്തിൽ സൂറത്തിൽ BJP എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്ത. കോൺഗ്രസ് ഒരു സംഘടനയായി നിലനിൽക്കാൻ അർഹതയില്ല എന്നുള്ളതിൻ്റെ തെളിവാണ്. BJPയും കോൺഗ്രസും നേരിട്ട് ഏറ്റുമുട്ടുന്ന മറ്റു പാർട്ടികളൊന്നും അതിൻ്റെ ഭാഗമായിട്ടില്ലാത്ത ഒരു സംസ്ഥാനം, അതാണ് ഗുജറാത്ത്. അവിടെയാണ് സൂറത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ നേതാക്കൾ മത്സരിച്ച മണ്ഡലമാണ്. മൊറാർജി ദേശായിയുടെ മണ്ഡലമാണ്. ആ മൊറാർജി ദേശായിയുടെ മണ്ഡലത്തിൽ സൂറത്തിൽ കോൺഗ്രസ് ആയപ്പോഴും അതിന് ശേഷവും അദ്ദേഹം ജയിച്ചിട്ടുണ്ട്. ആ മണ്ഡലത്തിൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ പിന്താങ്ങിയ 3 ആൾ, അത് വളരെ രസകരമായ കാര്യം. ഒരാൾ മരുമകൻ തന്നെയാണ്, മറ്റേ ആൾ സഹോദരി ഭർത്താവ് ആണ്, മൂന്നാമത്തെ ആൾ പാർട്ട്ണറാണ്. ഈ 3 ആളെ ഒപ്പ് വ്യാജമാണ് എന്ന BJPക്കാരൻ്റെ പരാതിയെ തുടർന്നാണ് പിന്നീട് പരിശോധിച്ചത്. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു, എന്നാലൊരു കാര്യം ചെയ്ത് നീ ആ 3 ആൾ 24 മണിക്കൂറിനുള്ളിൽ ആ 3 ആളെയും ഇവിടെ കൊണ്ടുവന്നാൽ ആവശ്യമായ നിലപാട് സ്വീകരിക്കാം. പക്ഷേ 24 മണിക്കൂർ കൊടുത്തിട്ടും തൻ്റെ സ്വന്തം ബന്ധുക്കളെ പോലും കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നതിൻ്റെയും കൂടി ചേർന്നാണ് യഥാർത്ഥത്തിൽ തള്ളിയത്. അയാളതും തള്ളി. അദ്ദേഹം തന്നെയാണ് ഈ പറയുന്ന ഡെമ്മിക്ക് ആളെ നിശ്ചയിച്ചു കൊടുത്തത്. അതും വ്യാജാണ് എന്ന് പറഞ്ഞിട്ട് സത്യവാങ്മൂലം കൊടുത്തു, അതും പോയി. പിന്നെ യഥാർത്ഥത്തിൽ 7 ആളുണ്ടായിരുന്നു. BSPയും പിൻവലിച്ചു. എല്ലാം പണാണ്. സ്വതന്ത്രന്മാരുണ്ടായിരുന്നു, എല്ലാത്തിനും പിൻവലിച്ചു. 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് എതിരില്ലാതെ സൂറത്ത് പോലുള്ളൊരു മണ്ഡലത്തിൽ BJPക്ക് ജയിക്കാൻ കഴിയും. അപ്പോൾ എത്ര കോടിയാണ് ഇടപാട് നടന്നിട്ടുണ്ടാകുക എന്ന് ഇപ്പോൾ പറയാൻ സാധിക്കില്ല. ഇപ്പോൾ ഏറ്റവും അവസാനം വന്ന വാർത്ത അദ്ദേഹത്തെ കാണാനില്ല. മത്സരിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് നേതാവിനെ കാണാനില്ല. അതും കഴിഞ്ഞ് അവസാനം വന്ന വാർത്ത അദ്ദേഹം BJP ചേർന്നു എന്നുള്ളതാണ്. അതാണ് ശരിയായ വാർത്ത. അദ്ദേഹം BJP ചേർന്നു. ഇനി അടുത്ത പ്രാവശ്യം എവിടെയെങ്കിലും MP ആക്കും. ഇമാതിരി ഒരു പാർട്ടി, ഇതിനൊക്കെ നേതൃത്വം കൊടുക്കേണ്ട KC വേണുഗോപാലൻ, സംഘടനാ ജനറൽ സെക്രട്ടറി, ആലപ്പുഴ വന്ന് മത്സരിക്കുന്നു. നിങ്ങൾക്ക് നോമിനേഷൻ കൊടുക്കാൻ സംവിധാനം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. പരിഹാസ്യമായ ഒരവസ്ഥയാണ് ഇത്. അവിടെ മാത്രമല്ല, 10 MLA-മാർ ഇതില്ലാണ്ട് തിരഞ്ഞെടുത്തു. എവിടെയാ ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് MLA-മാർ, അതായത് അസംബ്ലി ഇലക്ഷൻ കൂടി ഉണ്ടായിരുന്നു അരുണാചൽ പ്രദേശിൽ. ആദ്യം 5 എണ്ണം കൂറ് മാറി, പിന്നെ 5 എണ്ണം കൂറ് മാറി, 10 എണ്ണം കൂറ് മാറിയിട്ട് അവിടെ BJP എതിരില്ലാണ്ട് ജയിച്ചു. അതിന് ആ 10 എണ്ണം BJP ചേരും. ഇതുപോലെ തന്നെ സൂറത്ത് പോലെ തന്നെ. ഇതെല്ലാം കോൺഗ്രസ് എന്ന് പറഞ്ഞ് നടക്കുന്ന, സംഘടന എന്ന് പറഞ്ഞ് നടക്കുന്ന വല്ല കാര്യമുണ്ടോ? നല്ല ഭൂരിപക്ഷമുള്ള സമയത്താണ് ഹിമാചൽ പ്രദേശിൽ BJP MP ആയി വരുന്നത്. രാജ്യസഭയിൽ 40 സീറ്റുണ്ടായിരുന്നു. 6 BJPക്കാർ കാലുമാറി എന്ന് പറഞ്ഞാൽ സംഘടനാ സംവിധാനമില്ല. തെക്കാനും വടക്കാനും നടന്നാൽ സംഘടന ഉണ്ടാവില്ല.
എന്താ ലാഭം കിട്ടുക എന്ന് ചോദിച്ചാൽ അവിടെ ഇവിടെയും മത്സരിക്കാൻ പുറപ്പെട്ടാൽ അതിന് സംഘടന നോക്കാൻ ആൾ വേണം. അപ്പോൾ സംഘടനയുമില്ല, നിങ്ങൾക്ക് ആശയവുമില്ല, രാഷ്ട്രീയവുമില്ല. അത് വളരെ വളരെ ഗൗരവതരമായ പ്രശ്നമാണ്. കേരളത്തിലെ സ്ഥിതി ഇന്ന് ആസാം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ കുറച്ച് ആശങ്കയുള്ളതാണ്. അദ്ദേഹം പറഞ്ഞത്, പണ്ടേ അദ്ദേഹം പറഞ്ഞിരുന്നു, ഞങ്ങൾ ഫിക്സഡ് ഡെപ്പോസിറ്റാണ്, ഞങ്ങളുടെ ഫിക്സഡ് ഡെപ്പോസിറ്റാണ് കോൺഗ്രസ് എന്നും, എപ്പോൾ വേണമെങ്കിലും ഡെപ്പോസിറ്റ് പിൻവലിക്കാം എന്നതുപോലെ ഞങ്ങൾക്ക് പിൻവലിക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അയാൾ വരെ കോൺഗ്രസ്സാണ്, കോൺഗ്രസ് നേതാവ് BJP ആയിട്ടാണ് മുഖ്യമന്ത്രിയായത് ആസാമിൽ. അദ്ദേഹം ഇപ്പോൾ പറയുന്നത്, അതായത് ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞിട്ടുള്ളത്, ഇവിടെ ഞങ്ങളുമായി ചർച്ച നടത്തി കോൺഗ്രസ് നേതൃത്വം, ഒരു വിഭാഗം, ഒരു പുതിയ കോൺഗ്രസ് ഉണ്ടാക്കാം, ഒരു പുതിയ പാർട്ടി, എന്നിട്ട് അടുത്ത അസംബ്ലി തിരഞ്ഞെടുപ്പ് വരുമ്പോഴേക്ക് BJPയുമായിട്ട് ഐക്യം ഉണ്ടാക്കുക, NDAയുടെ ഭാഗമാവാം. അല്ലാണ്ട് ഇന്നത്തെ രീതിയിൽ ഈ കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് നിന്നിട്ട് കാര്യമൊന്നുമില്ല. BJPയിൽ നേരിട്ട് പോയാൽ കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത് വലിയ ശക്തിയായ എതിർപ്പ് രൂപപ്പെടുകയും ചെയ്യും. അപ്പോൾ ഒറ്റ വഴിയാണ്, ഞങ്ങളൊരു പാർട്ടി ഉണ്ടാക്കുക, ആ പാർട്ടി BJPയുമായിട്ട് ഐക്യം ഉണ്ടാക്കുക, അതിന് BJPയുടെ പിന്തുണ നേടുക. അതിനുവേണ്ടി ഇപ്പോഴേ പുറപ്പെട്ടു. ഈ ഇലക്ഷൻ ഇടയിൽ കയറി വന്നതുകൊണ്ട് തൽക്കാലം ചർച്ച മാറ്റി വെച്ചിരിക്കുന്നു. ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ 2026 ഉന്നം വെച്ചുകൊണ്ടുള്ള ചർച്ച നടത്താൻ പോകുന്നു എന്നാണ് ഇപ്പോൾ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊരു വളരെ ഗൗരവമുള്ള ഒരു പ്രശ്നമാണ്. കാരണം ഓരോരാളെ പറ്റിയും നമുക്ക് ഉത്കണ്ഠയുണ്ട്. ഇപ്പോൾ കണ്ണൂരിൽ KPCC പ്രസിഡന്റ് തന്നെ മത്സരിക്കുകയാണ്, സുധാകരൻ്റെ PA ഇപ്പോൾ BJP ചേർന്നു. അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട വ്യക്തിപരമായ കാര്യങ്ങൾ മുഴുവൻ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം BJP ചേർന്നിരിക്കുകയാണ്. പിന്നെ ഞാൻ എപ്പോൾ വേണമെങ്കിലും BJP ചേരുമെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്ന ആളാണ് KPCC പ്രസിഡന്റ്. അദ്ദേഹത്തിൻ്റെ അനുയായി തന്നെയായിരുന്നു ഇപ്പോൾ അവിടെ NDA സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന, ധർമ്മടത്ത് മുമ്പ് കഴിഞ്ഞ പ്രാവശ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ട് മത്സരിക്കുകയും ചെയ്തിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് രഘുനാഥ്. ഇപ്പോൾ കേരള കോൺഗ്രസിൻ്റെ സജി മഞ്ഞക്കടമ്പൻ ഇപ്പോൾ പോയിരിക്കുകയാണ്. മാത്രമല്ല അവിടെയെല്ലാമുള്ള നിരവധി കേരള കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഇപ്പോൾ മാറിയിരിക്കുകയാണ്. കരുണാകരൻ്റെ മകളെ സംബന്ധിച്ചും പനമ്പള്ളി ഗോവിന്ദ മേനോൻ്റെ കൊച്ചുമകൾ സുജാത മേനോൻ, രാഹുൽ ഗാന്ധിയുടെ സ്വീകരണ പരിപാടിക്ക് നേതൃത്വം നൽകിയ വയനാട്ടിലെ DCC ജനറൽ സെക്രട്ടറി VM സുധാകരൻ, മുൻ AICC അംഗവും ആറ്റിങ്ങലിലെ മുൻ സ്ഥാനാർത്ഥിയായി തങ്കമണി ദിവാകരൻ, തിരുവനന്തപുരത്തെ DCC ജനറൽ സെക്രട്ടറി തമ്പാനൂർ സതീഷും VN ഉദയകുമാറും, KPCC എക്സിക്യൂട്ടീവ് അംഗവും കോർപ്പറേഷൻ മുൻ പ്രതിപക്ഷ നേതാവുമായ മഹേശ്വരൻ നായർ, സ്പോർട്സ് കൗൺസിൽ മുൻ അധ്യക്ഷ പത്മിനി തോമസ്, ശരത്ചന്ദ്ര പ്രസാദ് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു. ഇനിയും അപ്പുറത്ത് എത്തിയിട്ടില്ല എന്ന് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. ഇതാണ് കോൺഗ്രസ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ മനഃപൂർവ്വം ജനങ്ങളിൽ നിന്ന് മറച്ചുപിടിക്കാൻ മാധ്യമങ്ങൾ നടത്തിയിട്ടുള്ള ശ്രമങ്ങളും ചെറുതായി കാണേണ്ടതില്ല. വ്യാജ സർവേകളും വ്യാജ വാർത്തകളും ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ തുടർച്ചയായി അവർ പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനവും പൊതുസമ്മേളനങ്ങളെ അതിൻ്റെ പ്രക്ഷേപണം പൂർണ്ണമായിട്ട് അവഗണിക്കുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ ഇന്നലെയുൾപ്പെടെ വൻതോതിൽ പ്രചരിപ്പിക്കുന്ന സ്ഥിതിയും ഉണ്ടായിട്ടുണ്ട്. കൃത്യമായ അജണ്ടകളോടോ BJPക്കും കോൺഗ്രസിനും വേണ്ടി വേഷം കെട്ടി നടക്കുന്ന പല മാധ്യമങ്ങളും ഇപ്പോഴും ആ തരത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിലും ഇടതുപക്ഷത്തിൻ്റെ കുന്തമുന സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ജനങ്ങളുമായി ബന്ധപ്പെടുന്ന LDF പ്രവർത്തകർക്കെതിരായിട്ടാണ് അവർ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത്. ഈ മാധ്യമങ്ങളാകെ മാധ്യമ തിരസ്കരണത്തെ കവച്ചുവെച്ച് മികച്ച പ്രചാരണ ശൃംഖല ഒരുക്കാൻ ഇവിടെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞു. ലോകത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്നുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ വ്യാപൃതരായ നിരവധി ആളുകൾ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം കാണാൻ ആഗ്രഹിക്കുന്ന
എന്നാലും ഇപ്പോഴുണ്ട് എന്ന് ലോകത്തിൻ്റെ വിവിധ മേഖലയിൽ നിന്നുള്ള ചലനങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം പരാജയം മണത്ത UDF BJPയും പണവും മദ്യവും നിരവധിയായ മേഖലയിൽ ഒഴുക്കുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് കോളനികൾ ഉൾപ്പെടെ പാവപ്പെട്ട മനുഷ്യൻ്റെ വോട്ടിന് വില നിശ്ചയിച്ച് പണം നൽകുന്ന നിലപാട് കേരളത്തിൻ്റെ വിവിധ മേഖലയിലുണ്ട്. തിരുവനന്തപുരത്ത് അത് വളരെ കൂടുതലാണ്. അതിൽ BJP ആണ് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്. കോൺഗ്രസും ആറ്റിങ്ങൽ കോൺഗ്രസ് തന്നെയാണ്. ബിജു രമേശൻ കൃത്യമായിട്ട് കോളനിക്കകത്ത് നിന്ന് പിടിക്കപ്പെട്ടു. യഥാർത്ഥത്തിൽ പണവുമായി 2 മോട്ടോർ ബൈക്കിലാണ്, കാറിലാണ് ഇദ്ദേഹത്തിൻ്റെ ഒപ്പം ഗൺമാൻ ഔദ്യോഗികമല്ല, ഒരു ഗണ്ണും കൊണ്ട് നടക്കുന്നവൻ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ, തോക്ക്. അവസാനം പോലീസ് കേസെടുത്ത് വിട്ടു. പണം കൊടുക്കാനാണ്. പണം കൊടുക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന ഇവനെയൊക്കെ ജനങ്ങൾ തന്നെയാണ് പിടിക്കേണ്ടത്. പോലീസിനെ ഏൽപ്പിച്ചാൽ പോലീസ് ഇവനെ ഇങ്ങോട്ട് പോയിട്ട് ജാമ്യത്തിന് വിടുകയ്യ. അതാണ് അതിൻ്റെ നിയമവ്യവസ്ഥ, അത്രയേ ഉള്ളൂ. പിന്നെ പണം ഒപ്പം കിട്ടിയിട്ടുമില്ല. ബൈക്കുകാരൻ പണം കൊണ്ട് രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ കള്ളവോട്ടിനുള്ള ശ്രമം, ഇതൊക്കെ നേരത്തെ തന്നെ ഇപ്പോൾ പുറത്തു വന്ന വിവരങ്ങളാണ്. ആദ്യം LDFനെതിരായിട്ട് പ്രയോഗിക്കാനാണ് ഉദ്ദേശിച്ചത്. നേരത്തെ നോക്കുമ്പോൾ കൂടുതൽ ഭൂരിപക്ഷവും UDF ആണെന്ന് മനസ്സിലായതോടുകൂടി നിങ്ങൾ മനോരമയും മാതൃവും ഉൾപ്പെടെയെല്ലാം അത് അങ്ങോട്ട് മെല്ലെ മാറ്റിവെച്ച്. ആദ്യം കല്യാശ്ശേരി വലിയ പ്രശ്നമായിരുന്നു. കല്യാശ്ശേരി പറഞ്ഞു നോക്കിയപ്പോൾ മനസ്സിലായത് കല്യാശ്ശേരി മാത്രമല്ല, അപ്പുറമുണ്ട് ഇപ്പുറമുണ്ട്, അതെല്ലാം UDF ആണ് എന്നപ്പോൾ പിന്നെ അതങ്ങോട്ട് മാറ്റി. എന്തു പറയാൻ യാതൊരു അറപ്പുമില്ലാതെ കള്ളപ്രചരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതിനെല്ലാം കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് കള്ളവോട്ട് ശക്തിയായിട്ട് എതിർക്കേണ്ടിയുണ്ട്. ജനങ്ങളതിനെ നല്ലതുപോലെ പ്രതിരോധിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് അത് സംബന്ധിച്ച് പറയുമ്പോഴും പറയാനുള്ളത്. ഈ രീതിയിൽ കേരളം അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇടതുപക്ഷ വിധി ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പോടുകൂടി ഉണ്ടാവാൻ പോവാണ്. കേരളത്തിനായിരിക്കും ഏറ്റവും കൂടുതൽ സീറ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭിക്കുക. ഇവിടെ CPIയും നിർത്തിയ സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ LDFൻ്റെ ഭാഗമായിട്ട് നിർത്തിയ സ്ഥാനാർത്ഥികളെല്ലാം ജയിക്കുന്ന ഒരു പുതിയ തലത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഞങ്ങൾ ഈ പ്രാവശ്യം ഇവിടെ എല്ലാ സർവേക്കാരും പറഞ്ഞു വന്ന ഒരു കാര്യം, ഭയങ്കരമായ ഗവൺമെൻറ് വിരുദ്ധ വികാരം ഇങ്ങനെ പൊട്ടി ഒഴുകുകയാണ്. ഇതെന്നെ പിന്നെ മനസ്സിലായിരുന്നു. ഞങ്ങൾ ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ സംഘടനാ മെഷീനറി എല്ലാം ബൂത്ത് കേന്ദ്രീകരിച്ചാണ്. ബൂത്ത് കേന്ദ്രീകരിച്ചാന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം വീട് കേന്ദ്രീകരിച്ചാണ്. അങ്ങനെയാണ് ലക്ഷക്കണക്കിന് കുടുംബയോഗങ്ങൾ ഞങ്ങൾ സംഘടിപ്പിച്ചത്. ഒരു മണ്ഡലത്തിൽ 4000 കുടുംബയോഗം കണക്കൂട്ടി നോക്കും. 140 എത്ര കുടുംബയോഗം ഉണ്ടാവും? ഒരു മണ്ഡലത്തിൽ, അസംബ്ലി മണ്ഡലത്തിൽ 4000 × 140. അത്രയും കുടുംബങ്ങളോട് ഞങ്ങൾ സംവേദിച്ചിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ അതിൽ പങ്കെടുത്തിട്ടുണ്ട്. പൊതുയോഗം മാത്രമല്ല, പൊതുപരിപാടി വേറെ. ബൂത്ത് കേന്ദ്രീകൃത ഇലക്ഷൻ വർക്ക്, ഇതാണ് നമ്മുടെ മെത്തേഡ്. ഇന്നലെ 25,231 പ്രകടനങ്ങൾ ഞങ്ങൾ ബൂത്തിൽ നടത്തി. എന്ന് പറഞ്ഞാൽ കേരളം ഇന്നലെ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ കയ്യിലായിരുന്നു. ഇന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ എന്താ പറയുക, എന്തുകൊട്ടാ, കലാശക്കൊട്ട്. ഇന്ന് കലാശക്കൊട്ടാണ്. ഇന്നലെ ഞങ്ങൾ കലാശക്കൊട്ട് അവസാനിച്ചു. 25,231 പ്രകടനങ്ങൾ, സ്ത്രീകൾ, കുട്ടികൾ, യുവാക്കൾ ഒക്കെ അതാത് ബൂത്തിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത പ്രകടനങ്ങളാണ് ഇവിടെ കേരളത്തിലുടനീളം നടന്നത്. എന്ന് പറഞ്ഞാൽ കേരളം യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിനോട് കയ്യിലേക്ക് വരുന്ന രീതിയാണ് ഇന്നലെ ഉണ്ടായത്. നേതാക്കന്മാരുൾപ്പെടെ മുഴുവൻ ആളുകളും വീട് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സംഘടനാ പ്രവർത്തനത്തിലേക്കാണ് നീങ്ങിയത്. ഞങ്ങളിതെല്ലാം പരിശോധിച്ചു. നിങ്ങളെ മാധ്യമങ്ങളെല്ലാം കൊട്ടിഘോഷിച്ചുണ്ടാക്കിയ ഗവൺമെൻറ് വിരുദ്ധ വികാരം എവിടെ? പരിശോധിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാൽ ഒരു ഗവൺമെൻറ് വിരുദ്ധ വികാരമില്ല, നിങ്ങൾക്കെതിരായ വികാരമാണ് രൂപപ്പെട്ടു വരിക. UDFും 18 MPമാരും അതുപോലെ തന്നെ BJPയും ചേർന്ന് കേരളത്തെ തകർക്കാൻ, കേരളം ഒരു ശത്രു രാജ്യത്തെ പോലെ കൈകാര്യം ചെയ്യാൻ
BJP അതിന് കൂട്ടുനിൽക്കുന്ന കോൺഗ്രസ്, UDF. ഇതാണ് കേരളത്തിൽ തെളിഞ്ഞു വന്ന കാര്യം. അതുകൊണ്ട് കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം നേടാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് പോരാട്ടമാണ്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ദിവസമാണ് ഇന്ന്. സ്വാഭാവികമായിട്ട് ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട CPM-ൻ്റെ അവസാനത്തെ പത്രസമ്മേളനമായിരിക്കും ഇന്നത്തെ പത്രസമ്മേളനം. നാളെ ഇന്നത്തെ കലാശം കൂട്ടുകഴിഞ്ഞാൽ നാളെ നിശബ്ദ പ്രചരണം മാത്രമാണ്. തുടർന്ന് 26-ന് വെള്ളിയാഴ്ച പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. ശാന്തമായി നല്ല വിജയപ്രതീക്ഷയോടെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി പോളിംഗ് ബൂത്തിലേക്ക് പോകും എന്നാണ് പറയാനുള്ളത്. ഇവിടെ മാധ്യമങ്ങൾ ഞങ്ങൾക്കെതിരായിട്ട് നല്ലതുപോലെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ സ്വീകരിച്ചവർക്കും അങ്ങനെ അല്ലാതെ നിലപാട് സ്വീകരിച്ചവർക്കും എല്ലാം ഈ ഘട്ടത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. എതിരായവരെയും അനുകൂലമായവരെയും. ഞങ്ങളിപ്പോൾ ഇതെല്ലാം ഒരു ഡെമോക്രാറ്റിക് സമൂഹമല്ലേ, അത് വെച്ചിട്ടാണ് അങ്ങനെ പറയുന്നത്. ശരി. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തന്നെ, 2ാം സ്ഥാനത്തേക്കേ വരില്ല. അതായത് ബി ജെ പി 2ാം സ്ഥാനത്തേക്ക് വരുന്ന ഒരു മണ്ഡലവും കേരളത്തിലില്ല. അല്ല, അവർ മത്സരത്തിലുണ്ടാകും പോരാട്ടം തന്നെയില്ലേ. അല്ലാണ്ട് യഥാർത്ഥത്തിൽ മത്സരം UDF-ഉം അതുപോലെ തന്നെ LDF-ഉം തമ്മിലാണ്. അതല്ല, ഞങ്ങൾ ഉറച്ച നിലപാടാണ് LDF-ന്. അതിന് മാത്രമേ എങ്ങനെ വ്യത്യസ്ത അഭിപ്രായം വരിക? ഞങ്ങൾക്ക് വ്യക്തമായ അഭിപ്രായമുണ്ട്. ഇവിടെ മത്സരം ശശി തരൂരും പന്ന്യൻ രവീന്ദ്രനുമാണ്. രാജീവ് ചന്ദ്രശേഖരൻ ഭൂപടത്തിൻ്റെ പുറത്താണ്. പൈസയെല്ലാം കൊടുത്തു എന്നുള്ളത് ശരിയാണ്, അതുകൊണ്ടൊന്നും വോട്ട് കിട്ടില്ല. ഓ, അല്ല, ഒഴുകണ്ട, ശരിയായ രീതിയിൽ അവർ കൈകാര്യം ചെയ്താൽ മതി. അവർ ഓരോരോ വിഭാഗവും കൈകാര്യം ചെയ്യും. അതെല്ലാം കൃത്യമായിട്ട് ഈ ഇന്ത്യയുടെ ഇന്നത്തെ അവസ്ഥ ഏറ്റവും അവസാനം ഇന്ത്യൻ പ്രധാനമന്ത്രി ഭ്രാന്തല്ലേ പറഞ്ഞത്. ഈ രാജ്യത്തെ സമ്പത്ത് മുഴുവൻ പിടിച്ചെടുത്ത്, കെട്ടുതാലി ഉൾപ്പെടെ പിടിച്ചെടുത്ത്, ഭൂമി എല്ലാം പിടിച്ച് മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പോവാണെന്ന് പറയുന്ന ഭ്രാന്തായ വർഗീയത ഇതിനപ്പുറം എന്താ പറയാനുള്ളത്? അല്ല, അവർ മാത്രമൊന്നുമല്ല എത്തിയത്. ഞാൻ നേരത്തെ പറഞ്ഞ സാംസ്കാരിക മേഖലയിൽ, രാഷ്ട്രീയ മേഖലയിൽ, സാമുദായിക മേഖലയിൽ നിരവധി സംഘടനകൾ, വ്യക്തികൾ, ഗ്രൂപ്പുകൾ ഒക്കെ ഇന്നത്തെ ഇന്ത്യൻ പരിസ്ഥിതിയിൽ ഇടതുപക്ഷത്തെയാണ് വിശ്വസിക്കാനാവുക. M3 പറഞ്ഞില്ല, മുമ്പ് തന്നെ ഇന്നും പറഞ്ഞിട്ടുണ്ട്. M3 പോലെ ഒരു പ്രസിദ്ധനായ എഴുത്തുകാരൻ പറഞ്ഞത് വിശ്വസിച്ച് വോട്ട് ചെയ്യാൻ ഇടതുപക്ഷത്തിനെ സാധിക്കുള്ളൂ. അത് പിന്നെ വേറെ ഏതെങ്കിലും സമുദായം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മേലെ കയറാൻ നിൽക്കണ്ട. മനസ്സിലായോ? അല്ല, അത് പിണറായി തന്നെ പറഞ്ഞല്ലോ, അങ്ങോട്ട് പറയുമ്പോൾ എന്തൊക്കെ ഇങ്ങോട്ട് കിട്ടും എന്നുള്ളത് മനസ്സിലായിക്കൊള്ളുന്നു. അതിലൊറ്റ കാര്യമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പാരമ്പര്യമാണ് പറയുന്നത്. DNA എന്ന് പറയുന്നത് ജൈവപരമായ DNA അല്ല. ജൈവപരമായ DNA പറയില്ലേ, ഇത് രാഷ്ട്രീയ DNA ആണ്. അദ്ദേഹത്തിൻ്റെ അമ്മ, പിന്നെ അമ്മയുടെ അച്ഛൻ, ഇവരെല്ലാം ഈ ദേശീയ രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രമുഖ നേതാക്കന്മാരല്ലേ, ജവഹർലാൽ നെഹ്റു ഒക്കെ. അതുകൊണ്ടാണല്ലോ ജവഹർലാൽ നെഹ്റുവിൻ്റെ പുസ്തകം വായിക്കണമെന്ന് ഞാൻ ഇവിടെ കണ്ണൂർ വന്ന് പ്രസംഗിച്ച രാഹുൽ ഗാന്ധിയോട് പറഞ്ഞത്. തെക്കാനും വടക്കാനും നടന്നാൽ പോരാ, നടക്കുന്നത് ആരോഗ്യത്തിനല്ല. മറിച്ച് നിങ്ങൾ വായിക്കേണ്ട 2 പുസ്തകം, ഒന്ന് ഇന്ത്യയെ കണ്ടെത്തൽ,
രണ്ട് വിശ്വചരിത്രാവലോകം രണ്ടും കണ്ടിട്ടുണ്ടോ എന്ന് സംശയമാണ് എന്ന് ഞാൻ പറഞ്ഞു രാഹുൽ ഗാന്ധിയോട്. അത് ആഴത്തിൽ വായിക്കണം. കോൺഗ്രസ്സുകാരോട് എനിക്ക് പറയാനുള്ളത് തന്നെയാണ്, ഇത് വായിക്കണം കേട്ടാ. കോൺഗ്രസ് മുമ്പിൽ നടക്കുന്ന കുറേ ആളുണ്ടല്ലോ, അവരോട് പറയാനില്ല വായിക്കണം എന്ന്. അത് വായിക്കണം, ആ രണ്ട് പുസ്തകവും വായിക്കണം. എന്നിട്ടൊന്ന് ഞാൻ കൂടി പറഞ്ഞു, ചരിത്രപരമായ ഭൗതികവാദം അടിസ്ഥാനപ്പെടുത്തി എഴുതപ്പെട്ട ഏറ്റവും ശരിയായ ശാസ്ത്രീയമായ രണ്ട് പുസ്തകങ്ങളാണ് അദ്ദേഹത്തിൻ്റെ. അതങ്ങനെ വായിച്ച് പഠിക്കട്ടെ. അപ്പോൾ രാഷ്ട്രീയ DNA ആണ്. അതെ, അത്രയും ഉദ്ദേശിക്കും. മറ്റാരെങ്കിലും മറ്റേ DNA ഉദ്ദേശിക്കുമോ? അതിന് രാഷ്ട്രീയമായിട്ട് കണ്ടാൽ മതി, ജൈവപരമായിട്ട് കാണണ്ട, ജൈവഘടനയുമായി ബന്ധപ്പെട്ടും കാണണ്ട. അത് അവരെ ആൾ തന്നെയല്ലേ, അതുകൊണ്ട് യാതൊരു പ്രയാസം ഉണ്ടാവില്ല. അത് പക്ഷേ ജൈവ DNA ആണ് പറഞ്ഞത്, അത് രാഷ്ട്രീയമല്ല. കാരണം അവരെല്ലാം ഒപ്പം തന്നെയാണല്ലോ, രാഷ്ട്രീയ വിരുദ്ധതയില്ല, അവർ അത് തന്നെയാണ്. അപ്പോൾ അത് അവരുദ്ദേശിച്ചത് മറ്റേതാണ്. ഞങ്ങൾ അതല്ല കണ്ടത്. കൊടുക്കുന്നുണ്ട്. പരാതി കൊടുത്തിട്ട് കാര്യം ഇതാരും വാങ്ങിയാൾ സമ്മതിക്കുമോ? കൊടുത്താൾ സമ്മതിക്കൂല, പിന്നെ എന്ത് ചെയ്യാനാ? അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ സഖാവ് AKG കൊണ്ട് പറഞ്ഞിട്ടുണ്ടായി, ചൂല് എടുത്ത് വെക്കണം. ഒരു പ്രാവശ്യം അടിയന്തരാവസ്ഥയിൽ AKG പറഞ്ഞു ചൂല് കൊണ്ട് അടിച്ചാൽ ഒരു വേദന ഉണ്ടാവില്ല. ചൂലല്ലേ നമ്മളെ, അതിങ്ങനെ ഒരു പ്രതീകാത്മകമായി ചൂല് കൊണ്ട് അടിച്ചു എന്ന് പറയാനേ സാധിക്കുള്ളൂ. നല്ല ഒലക്ക വേണം, ഒലക്കെടുത്ത് വെക്കണം. ഒലക്ക പറഞ്ഞറിയാം, പുതിയ പത്രക്കാർക്ക് ഒലക്കി അറിയില്ല. ഉരല് അറിയാം, ഉരലുകൊണ്ട് ഒലക്കിയുണ്ട്. അപ്പോൾ AKG പറഞ്ഞാണ് ഈ ഒലക്ക എല്ലാ സ്ഥലത്തും എടുത്ത് പോകണം, ഇമാതിരി ആളുകൾ വരുമ്പോൾ അടിച്ച് കാല് മുടിക്കണം. അല്ലാണ്ട് ഈ ഇലക്ഷൻ കമ്മീഷനിലേ കൊടുക്കണ്ടേ? ഞാൻ ഈ പറഞ്ഞ ഇത്രയും വലിയ വർഗീയ വികാരം ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യം പറഞ്ഞിട്ട് യാതൊന്നും പ്രതികരിച്ചിട്ടില്ല. അപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഉറപ്പല്ലേ, അതിന് സംശയം എന്താ? അടി ഉറപ്പാണ്. ഈ ഇലക്ഷൻ കഴിഞ്ഞാലും അടി ഉണ്ടാവും. കാരണം പണം കൈകാര്യം ചെയ്യാൻ ഇവരൊക്കെ കൊടുത്താൽ അപ്പോൾ അടിയായി അതിൻ്റെ ഭാഗമായിട്ട്. പിന്നെ പിടി സതീശനെ പറ്റി അല്ലേ ഇത് പറയേണ്ടത്? പുറത്തുനിന്ന് പിരിച്ചുകൊണ്ടുവന്ന പണം തന്നെ ഇപ്പോൾ എവിടെയാ പോയെന്ന് ഇപ്പോൾ വ്യക്തതയില്ലല്ലോ, അതും കേസ് കിടക്കുക. അല്ല, മോഡിയാണ് ഏറ്റവും ശക്തിയായിട്ട് വിമർശിക്കുന്നത്. CPIM-ഉം മുഖ്യമന്ത്രിയും ഞങ്ങളെല്ലാം അതിശക്തിയായിട്ട് വിമർശിച്ചത്. ഞങ്ങൾ പറഞ്ഞൊരു അംശം ഇവരാരും വേണ്ടില്ല മോഡിക്കെതിരായിട്ട്. അതുകൊണ്ട് അതെല്ലാം പ്രചാരമാണ്. പിന്നെ മാധ്യമങ്ങളിങ്ങനെ ചിലത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതും അവർക്ക് വേണ്ടി, അവരെ ഘടകകക്ഷിയാണല്ലോ നിങ്ങൾ. UDF-ൻ്റെ ഘടകകക്ഷികളായിട്ടുള്ള കുറേ പത്രങ്ങളും അതുപോലെ ചാനലുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെ ഘടകകക്ഷിയായിട്ട് തന്നെ കണ്ടാൽ മതി. അതുകൊണ്ടാണല്ലോ സർവേയിൽ ഞാൻ അങ്ങനെ പറഞ്ഞത്. ഘടകകക്ഷി പറയുന്നതിലൊക്കെ വലിയ അത്ഭുതമുള്ളൂ. മനോരമയെല്ലാം ഘടകകക്ഷിയല്ലാണ്ട് വേറെ എന്ത് കക്ഷിയാണ്? 20 സീറ്റും ജയിക്കും UDF എന്ന് പറഞ്ഞാൽ മനോരമ പിന്നെ UDF-ൻ്റെ ഘടകകക്ഷിയല്ലേ. അതിന് അത്രയേ കാണുന്നുള്ളൂ, ആളും ജനങ്ങളും അത്രയേ കാണുന്നുള്ളൂ. ആയിരിക്കും കയ്യിലടിയോ? നിങ്ങൾ ഏതാ പത്രം? ഓ, അതെല്ലാം പ്രചരിപ്പിക്കുന്നു, നിങ്ങളെന്നല്ലേ പ്രചരിപ്പിക്കുന്നു. ശരി. ഓംശേഖരനുണ്ട്, അവരെ സ്ഥിരം പരിപാടിയാണ്. അതെല്ലാം കരുതിയിരിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എല്ലാം ശ്രദ്ധിച്ചോളണം. അതായത് ഈ ഇടതുപക്ഷ ജനാധിപത്യത്തിനുടെ ഉജ്ജ്വലമായ ഈ വിജയത്തിലേക്കുള്ള കുതിപ്പ് എങ്ങനെ മുടക്കാമെന്ന കാര്യം വെച്ചുകൊണ്ട് എന്തും ചെയ്യുന്നു നമ്മൾ കണ്ടുകൊള്ളണം. നാളെയും മറ്റന്നാളൊക്കെ വരാൻ പോകുന്ന ഏതു പ്രചരണവും മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് ഫലപ്രദമായി കർമ്മധീരതയോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ അതിനെല്ലാം നേരിടണം. ഒന്നും കൂടി ഇതിൻ്റെ ഒപ്പം തന്നെ പറഞ്ഞു പോകുക. അത്രയേ കാണും. അത് 26 പറയാം. 26 വാഴ 26 ഇപ്പോൾ 20 എല്ലാവരും ആരായാലും